സ്ത്രീപക്ഷ നിലപാടുകളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കാറുള്ള CPM-ന്റെയും DYFIയുടെയും തനി നിറം പുറത്തുവരുന്ന ഒരു സംഭവമാണ് കൊല്ലത്തുണ്ടായിരിക്കുന്നത്. മന്ത്രി വീണ ജോർജിന് നേരെ നടന്ന പ്രതിഷേധത്തിൽ പ്രതിഷേധിച്ച് കൊല്ലത്ത് ചിന്താ ജെറോം നയിച്ച പ്രകടനത്തിൽ ഉയർന്നത് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവും സംസ്കാരശൂന്യവുമായ മുദ്രാവാക്യങ്ങളാണ്. അച്ഛനില്ലാത്ത നേരത്ത് എന്ന് തുടങ്ങുന്ന അശ്ലീല ചുവയുള്ളതും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതുമായ മുദ്രാവാക്യങ്ങളാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ചിന്താ ജെറോമിന്റെ സാന്നിധ്യത്തിൽ DYFI പ്രവർത്തകർ വിളിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. കോൺഗ്രസ് നേതാവ് VT ബൽറാം ഈ വിഷയത്തിൽ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. DYFIയുടെ ഈ പ്രവൃത്തി അങ്ങേയറ്റം സാംസ്കാരിക ശൂന്യമാണെന്നും പ്രകോപനപരമായ ഈ മുദ്രാവാക്യങ്ങളിലെ ഓരോ വാക്കും ജനാധിപത്യ വിരുദ്ധമാണെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. CPM പ്രവർത്തകരായതുകൊണ്ട് സാംസ്കാരിക നായകന്മാരാരും ഈ വിഷയത്തിൽ വാതുറക്കാൻ സാധ്യതയില്ല എന്നും VT ബൽറാം പരിഹസിച്ചു. സാധാരണഗതിയിൽ ഇത്തരം സ്ത്രീവിരുദ്ധ പ്രസംഗങ്ങളോ മുദ്രാവാക്യങ്ങളോ മറ്റേതെങ്കിലും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ വലിയ രീതിയിലുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുന്നവർ ഇപ്പോൾ എവിടെ പോയി എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. സംഭവം വിവാദമായതോടെ പതിവ് പോലെ വിശദീകരണവുമായി ചിന്താ ജെറോം രംഗത്തെത്തിയിട്ടുണ്ട്. താൻ അസഭ്യം പറഞ്ഞിട്ടില്ലെന്നും തന്നെ ബോധപൂർവം ടാർഗറ്റ് ചെയ്യുകയാണെന്നുമാണ് ചിന്തയുടെ വാദം. മന്ത്രി വീണ ജോർജിനെ വധിക്കാൻ ശ്രമിച്ചതിലുള്ള വൈകാരികമായ പ്രതിഷേധമായിരുന്നു അതെന്നും ചില ദൃശ്യങ്ങൾ മാത്രം കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ് എന്നും അവർ ന്യായീകരിക്കുകയാണ്. എന്നാൽ അശ്ലീലം വിളിച്ചു പറയുന്ന പ്രവർത്തകരെ തടയാൻ നേതാവായ ചിന്ത തയ്യാറായിട്ടില്ല എന്ന വസ്തുത ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സ്ത്രീപക്ഷ കേരളം എന്ന് പറയുന്നവർ തന്നെ പൊതുമധ്യത്തിൽ ഇത്രയും തരംതാണ മുദ്രാവാക്യങ്ങൾ വിളിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ലജ്ജാകരമാണ്. ഒരു വശത്ത് മന്ത്രിക്ക് വേണ്ടിയുള്ള നാടകങ്ങളും മറുവശത്ത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന മുദ്രാവാക്യങ്ങളും. കേരള രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമ്മൾ ഗൗരവകരമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ പ്രതിഷേധവും അതിനുശേഷമുള്ള ചിന്താ ജെറോമിന്റെ പ്രതികരണ വീഡിയോയും നമുക്കൊന്ന് കണ്ടു നോക്കാം. വേദനിപ്പിക്കുന്ന ഒരു പരാമർശം തന്നെയല്ലേ ഇങ്ങനെ അസഭ്യം പറഞ്ഞു, തെറി വിളിച്ചു എന്നൊക്കെ പറയുന്നത്. അപ്പം അത്തരം പ്രചരണങ്ങൾ നടത്തുന്നവർ അതിൽ നിന്നും പിന്നോട്ട് പോകണം, വസ്തുതകൾ മനസ്സിലാക്കണം. ഇത്തരം മുദ്രാവാക്യം വിളികൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ വൈകാരികമായ ഏതെങ്കിലും മുദ്രാവാക്യം വിളി ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അതൊക്കെ വിലക്കാനുള്ള പൊളിറ്റിക്സ് ഞങ്ങൾക്കറിയാം. അത് വിലക്കിയിട്ടുമുണ്ട്, ഏറ്റുവിളിച്ചിട്ടില്ല പിന്നീടുള്ള ഘട്ടത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു തെറ്റായ വാക്കുണ്ടാകുന്നെങ്കിൽ. പക്ഷേ ഇവിടെ ഉണ്ടായ സംഭവത്തിന്റെ ഗൗരവം നമ്മൾ കുറച്ച് കാണരുത്. കേരളത്തിൽ മുമ്പ് ഒരിക്കലുമില്ലാത്ത സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നേരെ എത്രയോ നാളുകളായി ഇത്തരം പ്രചരണം നടത്തുകയാണ്. ജനപക്ഷ ഗവൺമെന്റിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള, ഇടതുപക്ഷ ബദലിനെ തകർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ നീക്കമാണ് നടത്തുന്നത്. പ്രതിപക്ഷ നേതാവ് തീർച്ചയായിട്ടും ഈ പ്രചരണം പ്രതിപക്ഷ നേതാവ് നിരന്തരമായി ജാഥ നടത്തി നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ നുണകൾ ഓരോ ഘട്ടത്തിലും പൊളിഞ്ഞ് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നു. ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. നിങ്ങളിപ്പോൾ വരുമ്പോൾ ഇവിടെ കാണുന്നുണ്ട്, ഞാനിപ്പം DYFIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. നമ്മുടെ ചെറുപ്പക്കാരികളായിട്ടുള്ള PSC ഉദ്യോഗാർത്ഥികൾ ലഡുവായിട്ട് വന്ന് നിൽക്കുകയാണ്. അവർ വന്ന് നിൽക്കുന്നത് പ്രായപരിധി 40 വയസ്സാക്കി മാറ്റിയതിലുള്ള സന്തോഷത്തിന്റെ ഭാഗമായി വരികയാണ്. അപ്പം ഇങ്ങനെ കുട്ടികൾ, സ്ത്രീകൾ, നമ്മുടെ നാട്ടിലെ ചെറുപ്പം എല്ലാവരും ഈ ഗവൺമെന്റിനൊപ്പം നിൽക്കുന്നു. അപ്പോൾ ഈ ഗവൺമെന്റിനെ തകർക്കണം, അതിന് എല്ലാ തരത്തിലുമുള്ള നുണപ്രചരണം നടത്തുന്നു. മുഖ്യമന്ത്രി മുതൽ വളരെ സാധാരണക്കാരായ പ്രവർത്തകരെ വരെ ആക്രമിക്കുന്നു. ബംഗാളിലും മറ്റിടങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടതുപോലെ കയറി വന്നങ്ങ് കയ്യേറ്റം ചെയ്യുകയാണ്, മർദ്ദിക്കുകയാണ്. ഇതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ആ പ്രതിഷേധങ്ങളിൽ സ്വാഭാവികമായ ഏതെങ്കിലും തരത്തിലുള്ള വൈകാരിക പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ അതൊക്കെ തിരുത്താനും സ്ത്രീപക്ഷ പുരോഗമന രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് SFI കാലം മുതൽ നിന്നിട്ടുള്ളത്. എല്ലാ കാലത്തും മരണം വരെ അത് തുടർന്നുകൊണ്ടുപോകും. പല ഘട്ടത്തിലും ഇപ്പം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഇത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ ഇപ്പം എനിക്ക് നേരെ മാത്രമല്ല ഓരോ വ്യക്തികൾക്ക് നേരെ, പ്രിയങ്കരിയായിട്ടുള്ള മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറിനെ ഉൾപ്പെടെ ഏതൊക്കെ നിലയിലാണ് പറഞ്ഞ വാക്കുകൾ എന്നുള്ളത് നമുക്കറിയാം. കോവിഡ് കള്ളി എന്നുള്ള പ്രയോഗം വരെ പറയാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട് ടീച്ചർക്ക് നേരെ. ശ്രീമതി ടീച്ചർ വലിയ തോതിൽ നേരിട്ടു. ഇപ്പം വീണ ജോർജ് അവർ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ശാരീരികമായ അതിക്രമം കൂടി നേരിടുകയാണ്. ഞാൻ വളരെ ചെറുപ്പത്തിലെ ഇത്തരം വ്യക്തിഹത്യകൾ നേരിട്ടുകൊണ്ട് തന്നെ വരികയാണ്. പക്ഷേ ഇതൊക്കെ ആ പ്രധാന വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് എന്ന് മനസ്സിലാക്കണം. ഇത് പ്രചരിപ്പിക്കുന്നവർ മുഴുവൻ വിഷ്വൽ കാണണം.
അത് തിരുത്താനും അതോടൊപ്പം തന്നെ അത് ഏറ്റുവിളിക്കാതെ തുടർന്നു പോകാനും. ഇതൊരു മാസായി നടക്കുന്ന ഒരു പ്രതിഷേധ പ്രകടനമല്ലേ. അപ്പം അതിൽ വൈകാരികമായി സഖാക്കൾ, ആ സമയത്ത് വൈകാരികമായി പങ്കെടുക്കുന്ന പ്രവർത്തകർ, അവരുടെ ഒരു പ്രതിഷേധം ഉണ്ടാകുമല്ലോ. എല്ലാവരുടെയും മനസ്സിൽ ഒരു വലിയ പ്രതിഷേധം ഇരമ്പി കത്തുന്നൊരു സമയമല്ലേ. പക്ഷേ നമ്മുടെ രാഷ്ട്രീയം എപ്പോഴും സ്ത്രീപക്ഷ രാഷ്ട്രീയവും ദളിതുകൾക്ക് ഒപ്പം ചേർന്ന് നിൽക്കുന്നതും അരികുവൽക്കരിക്കുന്ന മനുഷ്യർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നതും സാധാരണക്കാർക്കും ഒപ്പം ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പം അത്തരത്തിൽ ഒറ്റ ലൈൻ സ്ക്രോൾ ഇറക്കി അസഭ്യ വർഷവുമായി ചിന്തയെന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിങ്ങൾ വന്നപ്പോൾ. ഇല്ലെങ്കിൽ ഇതൊക്കെ അങ്ങ് പോട്ടെ, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ പലതും പറയുമല്ലോ എന്ന് കരുതി വിടും. പക്ഷെ ആ സ്ക്രോള് കാണുമ്പം ഇനി ഞാൻ എവിടെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞോ എന്നാരെങ്കിലും ഒക്കെ നമ്മളെ സ്നേഹിക്കുന്നവർ തെറ്റിദ്ധരിച്ചാലോ, അതുകൊണ്ടാണ് ഒരു വിശദീകരണം പറഞ്ഞില്ലേ. ഇതൊന്നും വിശദീകരണം പോലും ആവശ്യമുള്ള കാര്യമല്ല.